ബലാത്സംഗ കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നോർവേയിലെ കിരീടാവകാശി മെറ്റെ മാരിറ്റിന്റെ മകൻ മാരിയസ് ബോർഗ് ഹോയ്ബിയെ കോടതി 4 വർഷം തടവിന് ശിക്ഷിച്ചു. 6 ആഴ്ച നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് 29കാരനായ ഇയാളെ 2 ബലാത്സംഗ കേസുകളിൽ ഓസ്ലോ കോടതി ശിക്ഷിച്ചത്. ഉറങ്ങിക്കിടന്ന അവസ്ഥയിലായിരുന്ന 4 സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നതായിരുന്നു ഇയാൾക്കെതിരെയുള്ള പ്രധാന കേസ്. ഇതിനു പുറമെ മുൻ കാമുകിയെ മർദ്ദിച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനും മയക്കുമരുന്ന് ഉപയോഗിച്ചതിനും ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചതിനുമടക്കം 40ഓളം കുറ്റങ്ങൾ ഇയാൾക്കെതിരെ തെളിഞ്ഞിട്ടുണ്ട്. വിചാരണാ വേളയിൽ ഇയാളുടെ ഫോണിൽ നിന്നുള്ള 800-ലധികം സന്ദേശങ്ങളും സ്വന്തമായി പകർത്തിയ അശ്ലീല വീഡിയോകളും പോലീസ് കോടതിയിൽ തെളിവായി ഹാജരാക്കി. ഇതിലൊരു ബലാത്സംഗം നടന്നത് രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയുടെ ബേസ്മെന്റിൽ വെച്ചാണെന്നും വ്യക്തമായിട്ടുണ്ട്. രാജകീയ പദവികൾ ഇല്ലെങ്കിലും ചെറുപ്പം മുതൽ രാജകുടുംബത്തോടൊപ്പമാണ് ഇയാൾ വളർന്നത്. ഹോയ്ബിയുടെ അമ്മയും ക്രൗൺ പ്രിൻസസുമായ മെറ്റെ മാരിറ്റ് കടുത്ത ശ്വാസകോശ രോഗം ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുമ്പോഴാണ് ഈ വിധി വരുന്നത്. നിലവിൽ ശ്വാസകോശം മാറ്റിവെക്കൽ കാത്തിരിപ്പ് പട്ടികയിലാണ് അവരുള്ളത്. രോഗിയായ അമ്മയോടൊപ്പം കഴിയാൻ ഹോയ്ബിക്ക് കോടതി ആദ്യം ജാമ്യം അനുവദിച്ചിരുന്നുവെങ്കിലും പ്രോസിക്യൂഷൻ അപ്പീൽ നൽകിയതോടെ വിധി വരുന്നതുവരെ ഇയാൾക്ക് ജയിലിൽ തന്നെ തുടരേണ്ടി വന്നു. ഇതിനിടയിൽ പണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ജയിലിലായ ജെഫ്രി എപ്സ്റ്റീനുമായി രാജകുമാരിക്കുണ്ടായിരുന്ന പഴയ സൗഹൃദവും ഇപ്പോൾ വീണ്ടും വിവാദമായിട്ടുണ്ട്. രാജകുടുംബത്തിന് തലവേദനയായി മറ്റൊരു വിവാദം കൂടി നോർവേയിൽ പുകയുകയാണ്. ഹരാൾഡ് രാജാവിന്റെ മൂത്ത മകൾ മാർത്ത ലൂയിസ് രാജകുമാരിയും അവരുടെ ഭർത്താവും ഹോളിവുഡിലെ സ്വയം പ്രഖ്യാപിത മന്ത്രവാദിയുമായ ദുരെക് വെററ്റും ചേർന്ന് പുതിയൊരു റിയാലിറ്റി ഷോയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കുട്ടികളിലെ ക്യാൻസറിന് കാരണം സന്തോഷമില്ലായ്മയാണെന്ന് വിശ്വസിക്കുകയും തങ്ങൾ രണ്ടുപേരും പുരാതന ഈജിപ്തിലെ മുൻജന്മത്തിൽ ഒന്നിച്ചവരാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഈ മന്ത്രവാദി. ഈ ബന്ധത്തിന്റെ പേരിൽ 2022 രാജകുമാരി തന്റെ ഔദ്യോഗിക പദവികളെല്ലാം ഉപേക്ഷിച്ചിരുന്നു. മകന്റെ തടവ് ശിക്ഷയും മകളുടെ വിചിത്രമായ റിയാലിറ്റി ഷോയും കാരണം ആധുനിക ചരിത്രത്തിൽ നോർവേ രാജകുടുംബം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്തായാലും അമ്മ ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുമ്പോഴും അവർക്ക് മകന്റെ ഈ ഒരു പ്രശ്നത്തിൽ വേദന അനുഭവിക്കേണ്ടി വരികയാണ്. 4 വർഷത്തെ കഠിനമായ തടവ് ശിക്ഷയാണ് ഇപ്പോൾ മാരിറ്റിന്റെ മകന് ലഭിച്ചിരിക്കുന്നത്. ജാമ്യാപേക്ഷ കോടതി ജനുവരിയിലാണ് ഇത്തരത്തിൽ തള്ളിക്കളഞ്ഞത്. 2 ബലാത്സംഗ കേസുകളിലാണ് ഓസ്ലോ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്.